ശക്തമായ ചൂട്, ശക്തമായ വെയിൽ, ശക്തമായ ശീതക്കാറ്റ്, ശക്തമായ മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഹബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് കർക്കിടകം. ശരീരത്തിൻ്റെ ബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. വിഷജന്തുക്കൾക്ക് വിഷം കൂടുതലുള്ള കാലാവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും ബലം കുറഞ്ഞിരിക്കുക. കൂടുതൽ പേരും മുൻപൊക്കെ കൂടുതൽ പേരും മരിക്കുന്നത് കർക്കിടകത്തിലാണ്. അതായത് ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കർക്കിടകത്തിൽ പല രോഗങ്ങളും ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. പ്രധാനമായിട്ട് വാതരോഗങ്ങൾ തന്നെയാണ്. വാദം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ചയപ്രകോപ പ്രശമോ വായു ഗ്രീഷ്മാദിഷു ത്രിഷു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വാദം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സമയം കർക്കിടകമാണ്. അപ്പോൾ വാതരോഗങ്ങൾ ഉണ്ടാവാം. വാതരോഗങ്ങൾ കൂടാതെ അതിൻ്റെ അനുബന്ധ രോഗങ്ങളും കൂടുതലായിട്ടുണ്ടാവും. അതുകൂടാതെ പകർച്ചവ്യാധികൾ, വെള്ളം ഏറ്റവും ദൂഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. പുഴയിലെ വെള്ളവും ഒക്കെ തോട്ടിലെ വെള്ളവും കുളത്തിലെ വെള്ളവും ഏറ്റവും ദൂഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് കർക്കിടകം. അപ്പോൾ ഈ വെള്ളം ദൂഷിച്ചുള്ള പകർച്ചവ്യാധികൾ കൂടുതലായിട്ട് കർക്കിടകത്തിൽ കാണാറുണ്ട്. അത് പറയുകയാണെങ്കിൽ കോളറ, വയറിളക്കം, പിന്നെ ഛർദി, വയറിനുള്ള അസുഖങ്ങൾ, ദഹനം ഇരിക്കാത്തത് കൊണ്ട് വയറിന് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. മഞ്ഞപ്പിത്തം, വിവിധ തരത്തിലുള്ള പനികൾ, പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ് കർക്കിടകം. കാരണം ഇന്ന് നമുക്ക് നോക്കിയറിയാം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അനുസരിച്ച് പനിയൊക്കെ കൂടി വരികയാണ്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാവാറുണ്ട്. അത് പകരുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാവാറുണ്ട്. പിന്നെ ത്വക്ക് രോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ്. ഇങ്ങനെ വളരെയധികം രോഗങ്ങൾ മനുഷ്യനുണ്ടാവുന്ന ഒരു സമയമാണ് കർക്കിടകം. ഈ മനുഷ്യൻ്റെ ശരീരശക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ്, രോഗപ്രതിരോധ ശക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ കർക്കിടകത്തിൽ ഇങ്ങനെ അസുഖങ്ങൾ കൂടുതലായത്, പലതരത്തിലുള്ള രോഗങ്ങളും കൂടുതലുണ്ടാവാൻ കാരണം.